Once every 4 years, dewy-eyed and weak at the knees, Planet Football invites seduction by Brazil, by their charisma, by their mystique. ബ്രസീൽ അവരിപ്പോൾ പഴയ പോലെ ശക്തരായ ടീമൊന്നുമല്ല. ചരിത്രവും പാരമ്പര്യവും നാലാക്കി മടക്കി വെച്ചൊരു സംഘം. പഴയ കഥകൾ കൊണ്ട് വിരാജിച്ച് നടക്കുന്ന, പഴയ ഇതിഹാസങ്ങൾ പാടി നടക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ. ഈ ലോകത്ത് എന്തിന് കേരളത്തിൽ പോലും പരിഹാസമായി പാടി നടക്കുന്ന കഥയാണിത്. എന്നാൽ ഇന്നോളം പരിഹസിച്ച വിമർശകരെ, നിങ്ങൾക്ക് അമ്പലങ്ങളിലോ പള്ളികളിലോ അഭയം തേടാം, മന്ത്രങ്ങൾ ഉരവിടാം, നേർച്ചകൾ നേരാം. പക്ഷേ ഇന്നത്തെ ബ്രസീൽ തിരിച്ചു വരുന്നത് ചില ചരിത്രങ്ങൾ കുറിക്കാനും ഓർമ്മിപ്പിക്കാനും തന്നെയാണ്. 2002 ശേഷം കൈമോശം വന്ന കളിയും വൈക്കിംഗ് കാലഘട്ടവും അവരുടെ പതനവും മാത്രമാണ് ലോകത്തിന് മുന്നിൽ ഇന്നേ വരെ കാഴ്ചവെച്ചത്. ധാരാളത്തിൻ്റെ ഉന്നതിയിൽ നിന്നും താരവിരളത്തിലേക്ക് താഴ്ന്നിറങ്ങിപ്പോയവർ. പതിവ് പോലെ ബ്രസീൽ മണ്ണിൽ ഇതിഹാസങ്ങൾക്ക് സമാനമായ പലരും പിറവി കൊണ്ടെങ്കിൽ പോലും നാഷണൽ ജേഴ്സിയിലെ മങ്ങിയ പ്രകടനങ്ങൾ പടുനിരാശകൾ മാത്രമാണ് അവർക്ക് സമ്മാനിച്ചത്. ഫുട്ബോളിൻ്റെ രാജാക്കന്മാർ എന്ന പരിഗണനയും അന്തസ്സും അഭിമാനവും അപമാനത്തിൻ്റെ നരകത്തിലേക്ക് വീണുപോയി എന്ന് സാരം. കഴിഞ്ഞ 3 വട്ടവും പഴയ ബ്രസീലിൻ്റെ നിഴൽ പോലും ആയിരുന്നില്ല എന്നും പറയേണ്ടി വരും. അവിടെയാണ് ഒരു കഥ ഓർമ്മിപ്പിക്കാനുള്ളത്. ബ്രസീൽ അവസാനമായി ലോക കിരീടം ചൂടിയത് 2002 ഇപ്പോൾ കൃത്യം 24 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് 1970 കിരീടം നേടിയ ശേഷം ബ്രസീൽ യുഗം മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ തിരിച്ചുവരവുടെ പാതയിലേക്കെത്തി റൊമേരിയുടെ ബ്രസീൽ കപ്പടിക്കുന്നത് 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 1994, അതും അമേരിക്കയുടെ മുന്നിൽ. എന്നാൽ വീണ്ടും കിരീടങ്ങൾ കൈവിട്ടുപോയ കാലം തന്നെയായിരുന്നു. അവിടെയാണ് ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ച വൈക്കിംഗ് കാലഘട്ടം രൂപപ്പെട്ടത്. അവരെ പരാജയപ്പെടുത്തുവാൻ സർവ്വതും മടന്നു കുറിച്ചാൽ പോലും അക്കാലത്ത് അതിനാർക്കും സാധ്യമാകില്ലായിരുന്നു. റൊണാൾഡോ, ഡീനോ, ഡ്രിവാൾഡോ, കാർലോസ്, കക്ക, കഫു അടങ്ങുന്ന സംഘം യോക്കോഹാമയിൽ ഒളിവർ കാൻ്റെ ജർമ്മനിയെ തീർത്ത് 2002 കിരീടമുയർത്തിയത് അക്കാലത്താണ്. പിന്നീട് നീണ്ട നാളത്തെ കാത്തിരിപ്പ്, ശേഷം വന്ന 3 വേൾഡ് കപ്പിലും പരാജയം. പിന്നീട് വന്ന യുഗത്തിൽ അത്തരമൊരു വൈക്കിംഗ് കാലഘട്ടം ഉണ്ടായതുമില്ല. സർവ്വതും ഒന്നിൽ പരിണമിച്ച് ജനിച്ചതുപോലെ ഒരു മനുഷ്യന് ചുമലിലേക്ക് വീണുപോയ കാലഘട്ടം. ബിഗ് നെയിമുകൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും കിരീടം നേടാൻ അവർക്ക് ആയിരുന്നില്ല. 2014 ജർമ്മനിയുടെ മുന്നിൽ നാണം കെട്ട തോൽവി. പിന്നീട് വന്ന വേൾഡ് കപ്പുകളിൽ ക്വാർട്ടർ ഫൈനലുകൾ താണ്ടാതെ 2018 ബെൽജിയത്തിനും 2022 ക്രൊയേഷ്യയ്ക്കുമെതിരെ ബ്രസീൽ പുറത്താകുന്നുണ്ട്. ശേഷം ഇന്ന് 2022 എത്തി നിൽക്കുന്നു. വർഷങ്ങൾ 24 തികഞ്ഞു. വേൾഡ് കപ്പ് വേദിയാകട്ടെ അതേ അമേരിക്ക. അതെ, ആ പഴയ ചരിത്രം. 70 കൈവിട്ട കിരീടം 24 വർഷത്തിന് ശേഷം 94 അമേരിക്കയിൽ നേടിയപ്പോൾ 2002 കൈവിട്ട കിരീടം 24 വർഷത്തിന് ശേഷം വീണ്ടെടുക്കാമെന്ന വിചാരത്തിൽ തന്നെയാണ് അമേരിക്കയിലേക്ക് ബ്രസീൽ ഒരുങ്ങിയിറങ്ങുന്നത്. ആ ചരിത്രം അത് വീണ്ടും ആവർത്തിക്കുമോ എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മഞ്ഞപ്പടയുടെ ആരാധകർ. ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ തന്നെയാണ് ബ്രസീൽ തങ്ങളുടെ ചരിത്രം പോലും മാറ്റി ചിന്തിക്കുന്നത്. നിരവധി പരിശീലകർ മാറി മാറി വന്നിട്ടും പഴയ പ്രതാപം തേടി ഇറങ്ങിയിട്ടും തിരിച്ചെത്തിക്കാൻ കഴിയാത്ത നശിച്ച യുഗം മാറ്റിയെഴുതാൻ പരിശീലക സ്ഥാനത്തേക്ക് ബ്രസീൽ ജനിതകമല്ലാത്തൊരാളെ വിശ്വാസ നിയമങ്ങളെപ്പോലും പൊളിച്ചെഴുതി അവർ നിയോഗിക്കുന്നുണ്ട്. ആഭ്യന്തര ചർച്ചകളിൽ അത് പലരുടെയും നെറ്റി ചുളിപ്പിച്ചൊരു പ്രഖ്യാപനമായി മാറിയെങ്കിലും അയാളുടെ വരവ് പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ വിശ്വാസങ്ങളാണ് നൽകിയത്. കാരണം എന്താണെന്ന് ഞാനും വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇത്തരം അനുഭവങ്ങൾ അയാൾ ഈ ഫുട്ബോൾ ലോകത്തിന് പലതവണ നൽകിയതാണ്. വിജയവും തോൽവിയും പഠിച്ച വിശ്വാസങ്ങൾക്ക് മുകളിൽ അയാൾ ഒരു ബ്രസീലിനെ വാർത്തെടുത്തിട്ടുണ്ട്. ബ്രസീൽ ഫുട്ബോൾ കാണാനിരിക്കുന്നതും അയാളുടെ യുഗം തന്നെയാണ്. ഇന്നോളമുള്ള അയാളുടെ കഥകൾ മുൻവിധികൾക്ക് മുകളിൽ വിജയം കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് വിലയിടാൻ വരട്ടെ. അതെ, പഴയ ബ്രസീൽ പുതിയ ബ്രസീൽ എന്നൊന്നുമില്ല. ഇനി കാണാൻ പോകുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ യുഗമാണ്. റിയോ ഡി ജനീരോയിലെ മ്യൂസിക് ഓഫ് ടുമേറയിൽ വെച്ച് കോച്ച് കാർലോ ആഞ്ചലോട്ടി ആ 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു ടീം ലിസ്റ്റ് മാത്രമായിരുന്നില്ല. ലോക കിരീടത്തിലേക്ക് വീണ്ടും ഒരു പടയോട്ടത്തിനുള്ള കാൻഡകളുടെ യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു.
ഒരു വശത്ത് സൂപ്പർ താരങ്ങളുടെ പരിക്ക് തളർത്തിയ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ മറുവശത്താകട്ടെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു അപൂർവ യാദൃശ്ചിക നൽകുന്ന വമ്പൻ പ്രതീക്ഷകളുമുണ്ട്. അലിസനും എഡേഴ്സണും വെവർട്ടനും അടങ്ങുന്ന മികച്ച ഗോൾ കീപ്പർമാരുടെ നിര. ഡിഫൻസിലാകട്ടെ PSG മാഗ്നസും ആൾസന്റെ ഗബ്രിയലും ഫ്ലെമിംഗോയുടെ ഡാനിയലും അലക്സാണ്ട്രയും ലിയോ പെരേരയും റോമയുടെ വെസ്ലിയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഡഗ്ലസ് സാൻഡോസും കൂടെ യുവൻഡസിൻ്റെ ബ്രമറും. ഇനി മിഡ്ഫീൽഡിലാണ് തന്ത്രങ്ങളുടെ അരങ്ങ് വാഴുന്നത്. അതിൻ്റെ ഋതം നിയന്ത്രിക്കുന്നവരാകട്ടെ സാംബയുടെ പഴയ മായാജാലം തിരികെ കൊണ്ടുവരാൻ കഴിയുന്നവരാണ്. ബ്രസീലിയൻ ശൈലിയും യൂറോപ്പിൻ്റെ ക്രൂരവേഗതയും കൂടിക്കലർന്നൊരു പുതിയ സിംഫണിയാണത്. അത്തരമൊരു മിഡ്ഫീൽഡ് പന്ത് നിയന്ത്രിക്കാൻ മാത്രമാകില്ല, മത്സരത്തിൻ്റെ ആത്മാവ് കൂടിയായിരിക്കും. യൂറോപ്പിലെ മികച്ച ടീമുകളുടെ ഒരു സാന്നിധ്യം ബ്രസീൽ ഫുട്ബോളിൻ്റെ തലവര തന്നെ മാറ്റിയെടുക്കും എന്ന് സാരം. അതെ, ഒരു വശത്ത് യൂറോപ്യൻ ഡിസിപ്ലിനും മറുവശത്ത് ബ്രസീലിൻ്റെ നാച്ചുറൽ ഫയറും. അതാണ് ഈ ടീമിൻ്റെ മിഡ്ഫീൽഡിൻ്റെ ബ്യൂട്ടി. അതിനെ പാകപ്പെടുത്തിയെടുക്കാൻ തന്നെയായിരിക്കും കാർലോയും ശ്രമിക്കുക. കാസ്മെറോ, ലൂക്കാസ് പഗഡോ, ബ്രൂണോ ഗുമറസ്, ഫാബിനോ, ഡാനിലോ സാൻഡോസ്, എ ബ്രൂട്ടൽ മിഡ്ഫീൽഡ്. ആ മധ്യനിര ഏത് എതിരാളികളെ പോട്ട് പൊളിക്കാനും സജ്ജരായിരിക്കും, ശേഷിയുള്ളതുമായിരിക്കും. ഇനി മുന്നേറ്റത്തിലേക്ക് നോക്കാം. യൂറോപ്പ് കീഴടക്കി വരുന്ന വിനി റാഫി സഖ്യം, അതാണ് ലോകം കാണാനിരിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ വിനീഷ്യസ് ജൂനിയറും ബാഴ്സലോണയുടെ റാഫിനെയും കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണെന്ന്. അവരുടെ കോംബോ വർക്കാകുമെന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയാണിത്. കൂടെ മാഞ്ചസ്റ്ററിൻ്റെ സെൻസേഷണൽ മാത്യൂസ് കൂനയും, ഒപ്പം ആൾസന്റെ ഗബ്രിയൽ മാർട്ടിനലിയും, ലൂയിസ് എൻട്രിക്, ഈഗോർ തിയാഗോ, റയാൻ, കൂടെ പലരുടെയും കണക്കൂട്ടലുകൾക്ക് മുകളിൽ മാരക വർഷം ആടിത്തീർക്കുന്ന വണ്ടർ കിഡ് ലിയോണിൻ്റെ സാക്ഷാൽ എൻട്രിക്. ഗോൾ കീപ്പിങ്ങിലെ വിശ്വസ്തർ, ഡിഫൻസിലെ എക്സ്പീരിയൻസിലെ നെയിമുകൾ, മിഡ്ഫീൽഡിലെ നിയന്ത്രണ തന്ത്രങ്ങൾ, മുന്നേറ്റത്തിലെ വേഗതയും കൃത്യതയും സാമ്പാ സ്കില്ലുകളും ട്രിക്കുകളും, ഇതെല്ലാം കൂടിയാകുമ്പോൾ അമേരിക്ക കാണാൻ പോകുന്നത് വിസ്മയങ്ങൾ തന്നെയായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട പലതും ഒത്തിണങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ. അതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഡോൺ കാർലോയും. പക്ഷേ റോഡ്രിഗോ എസ്റ്റാവോ എന്നിവരുടെ പരിക്ക് ടീമിന് വലിയൊരു തിരിച്ചടിയാണെങ്കിൽ പോലും 6ാം വേൾഡ് കപ്പ് നേടാനുള്ള ബ്രസീലിൻ്റെ മിഷൻ ഹെക്സയ്ക്ക് ഒരുങ്ങുമ്പോൾ പലരെയും ത്യജിക്കേണ്ടി വരുന്നുണ്ട്. പരിക്കുകൾ വില്ലനായവരും മനഃപൂർവ്വം പുറത്താക്കേണ്ടി വന്നവരും. അതിനെതിരെ ബ്രസീലിൽ അപ്പാടെ വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടത് പെർഫെക്റ്റ് ടീമല്ല, പോരാളികളെയാണ്. ടീം പ്രഖ്യാപന വേളയിൽ കോച്ച് കാർലോ ആൻസെലോട്ടി പറഞ്ഞ വാക്കുകളാണിവ. ആരാധകരുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയതും ആ ആത്മവിശ്വാസം തന്നെയാണ്. ലോകത്ത് ഒരു പെർഫെക്റ്റ് ടീമുമില്ല. പെർഫെക്റ്റ് ടീമല്ല ലോകത്ത് ലോകകപ്പ് വിജയിക്കാറുള്ളത്. പ്രതിസന്ധികൾ പ്രതിരോധിച്ച് മുന്നേറാൻ കഴിയുന്ന ടീമിനെ വിജയിക്കാനാകും. ലോകത്തിലെ ഏറ്റവും പോരാട്ടവീര്യമുള്ള ടീമായി മാറുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകകപ്പ് നേടണമെന്ന് പറയാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. അതെ, പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെയാണ് തീരുമാനങ്ങൾ ഉടലെടുക്കുന്നത്. അത് അയാളുടെ രീതിയുമാണ്. അതെ, എല്ലാ തീരുമാനങ്ങളും അയാളുടേത് മാത്രമാണ്. അയാളാണ് അവരുടെ തലവര തീരുമാനിക്കുന്നത്. എന്നാൽ ഭാവിയിൽ സംഭവിക്കുന്ന വിധിയും അയാളുടെ തലയിലാകുമെന്ന് ഉറപ്പ്. എങ്കിലും ആൻസലോട്ടിയുടെ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് വരും ദിവസങ്ങളിൽ ഈ ലോകത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അയാൾ കുറ്റക്കാരനാവുകയുള്ളൂ. അഥവാ അത് വിജയിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രം അയാൾക്ക് കടപ്പെട്ട് കിടക്കുക തന്നെ വേണം. ജൂൺ 13 ന്യൂയോർക്കിൽ മൊറോക്കോയ്ക്കെതിരെയാണ് ബ്രസീലിൻ്റെ ആദ്യ പോരാട്ടം. ഹെയ്തിയും സ്കോട്ട്ലൻഡും ഗ്രൂപ്പിലെ മറ്റെതിരാളികളാണ്. പന്തുകൊണ്ട് മാന്ത്രികം നടത്തുന്ന ആ പഴയ സാമ്പാതാളം വീണ്ടെടുക്കാൻ 6ാം ലോകകിരീടമെന്ന സ്വപ്നം നെഞ്ചിലേറ്റി മഞ്ഞപ്പട ഒരിക്കൽ കൂടി വരികയാണ്. ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ട്, സുഖമുള്ളൊരു ആവേശം സമ്മാനിച്ചുകൊണ്ട് ആ പ്രതാപം തിരികെ പിടിക്കാൻ അമേരിക്കയിൽ കാനറി പക്ഷികൾ പറന്നിറങ്ങുന്നുണ്ട്. അതെ, അവസാന രാത്രിയിൽ അവിടെ അവർ ചിറകടിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം. യെസ്, വിവാ ബ്രസീൽ. മറന്നുപോയതല്ല, ഇത്തവണ വർണ്ണനകളൊന്നും തന്നെയില്ല. വരാൻ പോകുന്നതും സാക്ഷിയാകാൻ പോകുന്നതും വർണ്ണിക്കാൻ പോകുന്നതുമല്ല. എനിക്കറിയാം, സർവ്വസീമകളും ലംഘിക്കേണ്ടി വരും. അവിടെ നിയമങ്ങൾ വരെ തെറ്റിക്കേണ്ടി വരും. കളിയഴകിന് പകരം തീ കൊണ്ട് മനയുന്ന രീതിയാകുമെന്ന് നുറുങ്ങിയ എല്ലുകളിലേക്ക് വേദനാശമനികൾ കുത്തിയിറക്കി
ഉത്തേജിപ്പിക്കേണ്ടി വരും. മരവിച്ച കാലുകൾ കൊണ്ട് എതിരാളികളുടെ മുകളിൽ മരണവേഗം തീർക്കേണ്ടി വരും. അത് എല്ലാത്തിനും മുകളിൽ ഒരേ സമയം പരിക്കുകളോടും വിധിയോടും പോരാടി രാജ്യത്തിന് വേണ്ടി അവസാനമായ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് 2026 വേൾഡ് കപ്പിനായി വരുന്നവരുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിച്ചുകൊണ്ട് അമേരിക്കൻ നിരങ്ങൾ വിറപ്പിക്കാൻ അവൻ കളത്തിലുണ്ടാകുക തന്നെ ചെയ്യും. ഇന്നോളം അനുഭവിച്ച പരിഹാസനങ്ങൾക്കും അപമാനങ്ങൾക്കും വിമർശനങ്ങൾക്കും വേദനകൾക്കും മറുപടി എഴുതി ഒടുക്കം 6-ാം തമ്പുരാനായി മടക്കവുമുണ്ടാകും. Serbia, who given the quirks and coincidences of successive draws, must play them twice in a row.